പണം എവിടുന്ന്? സാധാരണ ബജറ്റിനെ മാത്രം ആശ്രയിച്ച് നിന്നാൽ നാടിൻ്റെ വികസനം ഉറപ്പുവരുത്താനാകില്ല. അതുകൊണ്ടാണ് 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കിഫ്ബിയെ പുനർജീവിപ്പിക്കാൻ തീരുമാനിച്ചത്. ആ 5 വർഷം കിഫ്ബിയിലൂടെ 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസന പദ്ധതികൾ ഏറ്റെടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. 5 വർഷം പൂർത്തിയായപ്പോൾ 50 അല്ല 62, ഇപ്പോഴത് 80. നമ്മുടെ നാട്ടിലാകെ കാണുന്ന വിദ്യാലയങ്ങളുടെ കാര്യം, ആശുപത്രികളുടെ കാര്യം, വിവിധ റോഡുകളുടെ വികസനം, വിവിധ പാലങ്ങൾ, വിവിധ ഓവർ ബ്രിഡ്ജുകൾ, മറ്റൊട്ടേറെ പദ്ധതികൾ, ഇതിലെല്ലാം കിഫ്ബിയുടെ പണമുണ്ട്. ഒരു ഭാഗം കേന്ദ്ര ഗവൺമെൻറ് കൈക്കലാക്കി. കാരണം നാഷണൽ ഹൈവേ നമ്മൾ നടപ്പാക്കാൻ മുൻകൈ എടുത്തപ്പോൾ ഭൂമിക്ക് വലിയ വിലയാണ്, നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് കേന്ദ്ര ഗവൺമെൻറ്, നാഷണൽ ഹൈവേ അതോറിറ്റി കേരളത്തോട് പറയുന്ന നിലയുണ്ടായി. നമ്മൾ പ്രത്യേക ഗതികേടിലായിരുന്നു. കാരണം എടുക്കേണ്ട സമയത്ത് എടുത്തു കൊടുക്കാത്തതിൻ്റെ പാവഭാരം നാം പേറേണ്ടി വന്നു. ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടുള്ള ശിക്ഷ നമ്മൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. അവസാനം ചർച്ചയിലൂടെ 25% സംസ്ഥാനം നൽകണം എന്ന നിലയിലേക്ക്. എത്രയാ? 5,600 കോടിയിലധികം രൂപ. ആ 5,600 കോടിയിലധികം രൂപ നൽകിയത് കിഫ്ബിയാണ്, സംസ്ഥാന ഗവൺമെൻറ്റിന്. അത് വാങ്ങി കേന്ദ്ര ഗവൺമെൻറ് കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഈ കിഫ്ബിക്കെതിരെ ഏറ്റവും വലിയ ആരോപണം ഉന്നയിക്കുന്ന ആരാ? കേരളത്തിലെ പ്രതിപക്ഷം, കോൺഗ്രസിൻ്റെ നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് എല്ലാം വാദങ്ങൾ ഉയർത്തുകയല്ലേ. ED ഒരു നോട്ടീസ് അയക്കുന്ന നില വന്നല്ലോ. ഇവിടെ ഫെമയുടെ ലംഘനം വന്നിരിക്കുന്നു, അനധികൃത പണ കൈമാറ്റം നടന്നിരിക്കുന്നു. ഇങ്ങനെയെല്ലാമുള്ള വാദഗതികളുമായിട്ടാണല്ലോ ED രംഗത്ത് വന്നത്. അപ്പോൾ അതിൻ്റെ കൂടെയാണല്ലോ പ്രതിപക്ഷ നേതാവിൻ്റെയും വാദം. ഇതല്ലേ ഞങ്ങൾ നേരത്തെ പറഞ്ഞത്, ഇത് ശരിയാണല്ലോ, ഇതിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? നിങ്ങൾ ഒത്തുകളിക്കുകയല്ലേ, എന്താണ് നിങ്ങൾ നടപടിയിലേക്ക് കടക്കാത്തത്? ഇതല്ലേ ചോദ്യം. നിങ്ങൾ വല്ല പാഠവും പഠിക്കുന്നുണ്ടോ? ഈ കോൺഗ്രസ് ഈ രാജ്യത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് വല്ല പാഠവും ഉൾക്കൊള്ളുന്നുണ്ടോ? നിങ്ങൾ വളരെ സങ്കുചിതമായ വൃത്തത്തിനുള്ളിൽ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്ത് കാര്യമാണ് നിങ്ങൾക്ക് EDയെ പിന്താങ്ങേണ്ടത്? എന്ത് കാര്യമാണ് നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് അന്വേഷണ ഏജൻസികളെ പിന്താങ്ങൽ? കേരളം നിങ്ങൾ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം, അതിൻ്റെ ഒരു വിഷമം നിങ്ങൾക്ക് കാണും, ആ പ്രയാസം LDFനോട് കാണും. പക്ഷേ LDFനെ നേരിടാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കേണ്ടത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെയാണോ? നിങ്ങൾ ജനങ്ങളോട് പറയണ്ടേ? ജനങ്ങളെ അണിനിർത്താനല്ലേ നോക്കേണ്ടത്?
LDF-നെതിരെ വസ്തുതാപരമായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയറോ? നിങ്ങൾ പറയുന്നതൊന്നും ജനങ്ങൾ അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? ഒന്നിലും വസ്തുതയില്ലാത്തതുകൊണ്ടാണല്ലോ. വസ്തുതാവിരുദ്ധമായ കെട്ടിച്ചമച്ച കഥകളല്ലേ നിങ്ങൾ പറയുന്നത്? ജനങ്ങൾക്കിപ്പോൾ എല്ലാ കാര്യവും അറിയാലോ. ഞാൻ ആ വശത്തേക്ക് അധികം പോകുന്നില്ല, അത് പറഞ്ഞാൽ കുറേ അധികം പറയേണ്ടതായിട്ട് വരും. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, കിഫ്ബിയെ ഇത്രമാത്രം വികസന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് പിന്തുണ നൽകിയ കിഫ്ബിയെ കേസിൽപ്പെടുത്താനാണ് ഇവിടെയുള്ള പ്രതിപക്ഷ നേതാവ് ആഗ്രഹിക്കുന്നത്. ഇന്നതാ അന്ന് സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രിയായ തോമസ് ഐസക്കിനെതിരെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ നേതാവിന് ED വളരെ പഥ്യം. EDയുടെ നോട്ടീസ് പ്രതിപക്ഷ നേതാവിന് അല്ല, EDയുടെ നോട്ടീസ് തോമസ് ഐസക്കിന്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ആ EDയുടെ കൂടെ തോമസ് ഐസക്കിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടു. ഇതല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്? നിങ്ങൾ അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാത്തവരാണ്. കെജ്രിവാളിന്റെ സംഭവത്തിൽ നിങ്ങൾ പാഠം പഠിച്ചെങ്കിൽ അതിനനുസരിച്ചുള്ള നിലപാടാണ് നിങ്ങൾക്കിവിടെ സ്വീകരിക്കാൻ കഴിയേണ്ടത്. ഇവിടെ നമ്മുടെ നാട്, നമ്മുടെ രാജ്യം ജനാധിപത്യ രീതികളെ അട്ടിമറിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. അതിൻ്റെ ഭാഗമായി ജനാധിപത്യം എന്നത് പണാധിപത്യമാക്കി മാറ്റുക, പണം കൊണ്ട് മൂടുക, ഈ ഒരു നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു പോകുന്നത്. ഏറ്റവും വലിയ അഴിമതി രാജ്യത്തുണ്ടായത് ഇപ്പോ സുപ്രീം കോടതി നിരോധിച്ച ഇലക്ടറൽ ബോണ്ടാണ്. എന്താണ് ഇലക്ടറൽ ബോണ്ട്? രാഷ്ട്രീയ പാർട്ടികൾ പണം സ്വീകരിക്കാം. രാഷ്ട്രീയ പാർട്ടികൾ പണം സ്വീകരിക്കുമ്പോൾ അത് ജനങ്ങളോട് തുറന്നു പറയാൻ ബാധ്യതയുണ്ട്. ഇത് പറയണ്ട, ഇത് വെളിവാക്കേണ്ടതില്ല. കൊടുക്കുന്നവരും വെളിവാക്കണ്ട, കിട്ടുന്ന രാഷ്ട്രീയ പാർട്ടികളും വെളിവാക്കണ്ട. ഇതാണ് BJP സ്വീകരിച്ച നില. BJP-യാണ് കൊണ്ടുവന്നത്. കോൺഗ്രസ് എന്താ നിലപാടെടുത്ത്? നമുക്കും കിട്ടണം പണം എന്ന് പണ്ട് പറഞ്ഞിട്ടില്ലേ, ആ നില കോൺഗ്രസ് എടുത്തു. എതിർത്തോ? ഇത് ശരിയല്ല എന്ന് പറയാൻ തയ്യാറായോ? നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കലാണെന്ന് പറയാൻ പറ്റിയോ? വലിയ തുക കോൺഗ്രസ് വാങ്ങി, 8,251 കോടി BJP-ക്ക് കിട്ടി. സിംഹഭാഗം BJP-യുടെ കയ്യിൽ. കോൺഗ്രസും മോശമല്ല, 1,952 കോടി രൂപ കോൺഗ്രസ് വാങ്ങി കയ്യിൽ വെച്ചു. അപ്പോ ഈ കാര്യത്തിൽ തുല്യ പങ്കാളികളായില്ലേ? കിട്ടിയ പണത്തിൽ വ്യത്യാസമുള്ളത് മാത്രമല്ലല്ലോ, പണം വാങ്ങിയില്ലേ? എന്നാൽ ഇടതുപക്ഷം സ്വീകരിച്ച നിലപാട് നോക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആ ഘട്ടത്തിൽ തന്നെ പരസ്യമായി പറഞ്ഞു, ഞങ്ങൾ ഇതിനെ എതിർക്കുന്നു, ഇത് അഴിമതിയാണ്, ഇതിന്റെ ഭാഗമായുള്ള ചില്ലിക്കാശ് ഞങ്ങൾ വാങ്ങില്ല. ആ പ്രഖ്യാപനം മാത്രമല്ല നടത്തിയത്, ഇതിനെതിരെ കോടതിയെ സമീപിച്ചു. ഭരണഘടനാ വിരുദ്ധമാണിത് എന്ന് പറഞ്ഞുകൊണ്ട്
CPIM ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി വാദം കേട്ട് അവസാനം ഇത് റദ്ദാക്കി, ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞു. ഈ കണക്കാകെ പുറത്തുവിടണം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ. അവരെല്ലാ കണക്കുകളും ഇലക്ഷൻ കമ്മീഷനെ ഏൽപ്പിക്കണം. അങ്ങനെ വിശദമായ ഉത്തരവ് വന്നു. അപ്പോൾ SBI അത് കൊടുക്കാതിരിക്കാനാണ് ശ്രമിച്ചത്. വിവിധ ഘട്ടങ്ങൾ കോടതിയുടെ ശക്തമായ ഇടപെടലിലൂടെ ബന്ധപ്പെട്ട കോഡടക്കം പിന്നീട് കൊടുക്കേണ്ടി വന്നു. എന്താണ് കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചത്? ഇത് കൊടുക്കാതിരിക്കാൻ താല്പര്യം, വിശദാംശങ്ങൾ പുറത്തു വരാതിരിക്കാൻ താല്പര്യം. എന്തെല്ലാം സംഭവങ്ങൾ നടന്നു ഇതിൻ്റെ ഭാഗമായിട്ട്. എത്ര വലിയ തുകയാണ് ഓരോ ആളിൽ നിന്നും വാങ്ങിയത്. ED അയക്കുക, ഭീഷണിപ്പെടുത്തുക, പിന്നീട് പണം വാങ്ങുക. രാജ്യത്തെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഭീമനാണ് DLF. 2018 അവർക്കെതിരെ കേസ്. ആ റിയൽ എസ്റ്റേറ്റ് ഇടപാടിൽ അഴിമതിയുണ്ട്, വഞ്ചനയുണ്ട് എന്നെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് കേസ് കൊടുത്തത്. അത് 18, 19, 20, 21, 22 ഈ വർഷങ്ങളിൽ ഒരുപാട് അന്തർനാടകങ്ങൾ നടന്നു. 23 EDയുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ഇതിനകത്ത് നിയമവിരുദ്ധമായി ഒന്നുമില്ല. എന്താ കാര്യം? ഇത്രയും കാലം എടുത്ത് അന്വേഷിച്ച് നിയമവിരുദ്ധമായി ഇല്ല എന്ന് കണ്ടതാണോ? അതിൽ നല്ല തുകയാണ് DLF ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടിൻ്റെ രീതിയിൽ കൊടുത്തത്. 170 കോടി രൂപ ഈ കമ്പനി ഇലക്ട്രൽ ബോണ്ട് ഇനത്തിൽ കൊടുത്തു. ഇതും മറ്റൊരു രീതിയിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഇരിക്കട്ടെ. ഏതായാലും ആ കമ്പനിയാണ് ഈ പറയുന്ന പണം കൊടുത്ത് ഇലക്ട്രൽ ബോണ്ട് നൽകി കേസിൽ നിന്ന് ഒഴിവാകുന്നത്. ഇതൊരു ഭാഗം. സാന്റിയാഗോ മാർട്ടിൻ, കേരളത്തിൽ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ. നമ്മൾ പലരും കണ്ടിട്ടില്ലെങ്കിലും കേട്ടറിവ് നല്ലതുപോലെയുണ്ട്. ആ സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനി 1368 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് ഇനത്തിൽ നൽകിയത്. കോൺഗ്രസിനുണ്ടൊരു പങ്ക് 50 കോടി രൂപ. കോൺഗ്രസ് അത് വാങ്ങിവെച്ചു. ആ പണം കോൺഗ്രസ് ഉപയോഗിക്കുകയും ചെയ്തു. കർണാടകയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഗവൺമെൻറ് രൂപീകരിക്കാൻ പോകുന്നെന്ന് വന്നപ്പോഴാണ് ഈ പറയുന്ന പണം ഇലക്ട്രൽ ബോണ്ട് വഴി കോൺഗ്രസിന് നൽകുന്നത്. കോൺഗ്രസ് അത് സ്വീകരിച്ചു. എന്ത് വ്യത്യാസമാണ് ഈ പറയുന്ന BJPയും കോൺഗ്രസും തമ്മിലുള്ളത്? BJPയുടെ ഒരു പാർലമെന്റ് അംഗം, രാജ്യസഭാംഗമാണ്, ആന്ധ്രാപ്രദേശിൽ. അദ്ദേഹം BJP നേതാവാണ്. ചിന്നകൊണ്ട മുനിസ്വാമി രമേശ്, BJP നേതാവ്. അദ്ദേഹം വ്യവസായിയാണ്. അദ്ദേഹത്തിൻ്റെ കമ്പനി ഋത്തിക് പ്രോജക്ട് പ്രൈവറ്റ് ലിമിറ്റഡ്,
അവർക്ക് പെട്ടെന്നൊരു സ്നേഹം കോൺഗ്രസിനോട്, സഹായിക്കാൻ ആലോചിക്കുന്നു. അങ്ങനെ ഇലക്ടറൽ ബോണ്ട് കോൺഗ്രസിന് എത്ര? 30 കോടി രൂപ. ഒരു രാഷ്ട്രീയ പാർട്ടി വളരട്ടെ എന്ന് ആഗ്രഹിച്ചിട്ട് കൊടുത്ത പണമാണെന്ന് പറയാൻ പറ്റുമോ? ഇത് കഴിഞ്ഞ് ഹിമാചൽ പ്രദേശിലാണ് പിന്നെ അടുത്ത നാടകം. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് മന്ത്രിസഭ. അവിടെ ഈ ഇർത്തിക് പ്രോജക്റ്റ് ഒരു വൈദ്യുതി നിലയത്തിന് അപേക്ഷ കൊടുക്കുന്നു, അനുവദിക്കുന്നു. ഒരുപാട് കഥകൾ ഇതുപോലത്തെ കാണുമല്ലോ. എവിടെയാണ് വ്യത്യാസം? കേരളത്തിൽ നിന്നുള്ള എംപിമാര് വളരെ കൂടുതലാണല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും UDF-നും ഉണ്ടായത്. ഈ രാജ്യം ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടല്ലോ. കൃത്യമായ നിലപാടെടുക്കുന്ന കോൺഗ്രസിനെ നമുക്ക് കാണാൻ കഴിഞ്ഞോ? ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി 2019 അത് നിയമാക്കുന്നത്. ശക്തമായ നിലപാട് കോൺഗ്രസിന് സ്വീകരിക്കാൻ കഴിഞ്ഞോ? ഇവിടെ കേരള ഗവൺമെന്റ് പൗരത്വ നിയമ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ച് ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചു. ആദ്യഘട്ടത്തിൽ കോൺഗ്രസും UDF-ഉം അതിൻ്റെ കൂടെ നിന്നു. പിന്നീട് ഞങ്ങൾ യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്ന നിലപാടെടുത്തു. ഏകണ്ഠമായി പാസാക്കിയ നിയമസഭാ പ്രമേയത്തെ അടക്കം കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തള്ളിപ്പറഞ്ഞു. എന്താ കാര്യം? കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം നിങ്ങളിതിനെതിരെ പരസ്യമായി അവിടുത്തെ LDF-ഉമായി ചേർന്ന് പ്രക്ഷോഭത്തിനും പോകാൻ പാടില്ല എന്ന നിലപാടെടുത്തിട്ടുണ്ടാകാം. ഒരു അനുമാനമാണ്. അല്ലെങ്കിൽ കാരണം അവർ പറയണല്ലോ, ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരുപാട് പ്രക്ഷോഭങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നടന്നു. ഡൽഹി ഏറ്റവും വലിയ കേന്ദ്രം. നമ്മൾ ഇവിടുന്ന് പോയ ഏതെങ്കിലും പാർലമെന്റ് അംഗത്തെ ആ ഏതെങ്കിലും പ്രക്ഷോഭത്തിൽ കണ്ടോ? ഡിസംബർ 10 ഡൽഹിയിൽ കനത്ത പ്രക്ഷോഭം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയവർ കോൺഗ്രസ് അധ്യക്ഷയുടെ വീട്ടിൽ വിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പരിപാടികളെല്ലാം ഉണ്ടായത്. അവിടെ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി CPIM-ന്റെയും CPI-യുടെയും ജനറൽ സെക്രട്ടറിമാർ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, ബിനോയ് വിശ്വം ഇങ്ങനെയുള്ളൊരു നിര അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെ ആ വഴിക്ക് കണ്ടോ? ആ പട്ടികയിൽ എവിടെയെങ്കിലും? എന്താ കാര്യം? ആ ഘട്ടത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിലും കണ്ടില്ല. ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു, അത് നിയമമാക്കാൻ ചട്ടം കൊണ്ടുവന്നു. കോൺഗ്രസിന് അഭിപ്രായമുണ്ടോ? ഇതേവരെ അഭിപ്രായം പറഞ്ഞില്ലാലോ. ഇടയ്ക്കൊരു ദിവസം കോൺഗ്രസ് അധ്യക്ഷൻ മാധ്യമപ്രവർത്തകരെ കണ്ടു. മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്താണ് അഭിപ്രായം? അപ്പോൾ രാത്രി ആലോചിച്ച് പറയാം. എത്ര പരിഹാസ്യമായ നിലപാടാണ്. കോൺഗ്രസിന് നിലപാടില്ല, കോൺഗ്രസ് അധ്യക്ഷന് നിലപാടില്ല. രാഹുൽ ഗാന്ധി വിപുലമായ യാത്ര നടത്തി, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഇതിനെപ്പറ്റി മാത്രം പറഞ്ഞില്ല. നമ്മൾ കാണേണ്ടത് ദേശീയ പൗരത്വ രജിസ്റ്റർ ആസാമിൽ നടപ്പാക്കിയപ്പോൾ 19 ലക്ഷത്തോളം പേരാണ് ഇന്ത്യൻ പൗരത്വമുള്ളവർ പൗരത്വമില്ലാത്തവരായത്. അത് മുസ്ലിം മാത്രമല്ല, എല്ലാവരും ഉണ്ട്, എല്ലാവരെയും ബാധിക്കും ഇത്. ഇത്തരം കാര്യങ്ങളിൽ
നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അപ്പോൾ കോൺഗ്രസിന്റെ ചോദ്യം എന്താണെന്നറിയോ? നിങ്ങളെന്തിനാണ് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ മാറുന്നില്ല? അതാണ് തിരിച്ചു ചോദിക്കാനുള്ളത്. രാജ്യത്തിന്റെ അവസ്ഥ മനസ്സിലാക്കണ്ടേ? കോടാനുകോടി ജനങ്ങൾ തീ തിന്ന് കഴിയുന്നത് ഉൾക്കൊള്ളാൻ പറ്റണ്ടേ? അപ്പോ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇത് നിലപാടിന്റെ പ്രശ്നമാണ്. എന്ത് നിലപാട് സ്വീകരിക്കും? ഇവിടെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ അനുഭവമുണ്ട്. ആ 5 വർഷക്കാലം ഒരു നിലപാടില്ലാത്തവരാണ് കേരളത്തിൽ നിന്ന് പോയ ഭൂരിഭാഗം ആളുകൾ. നാടിനുമെതിരായിരുന്നു. നാട് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടു. ആ ഘട്ടത്തിലൊന്നും അവരെ ആരെയും കണ്ടില്ല. ഈ ദുരനുഭവമാണ് നമുക്കുള്ളത്. അപ്പോ നിലപാടിൽ വ്യക്തതയുള്ളവർ വേണം ലോക്സഭയിലേക്ക് പോകാൻ. അങ്ങനെ വന്നാൽ കേരളത്തിന്റെ ശബ്ദം അവിടെ മുഴങ്ങും. ജോയ്സ് ജോർജ് അപരിചിതനല്ല. ഈ മണ്ഡലത്തിന് നല്ല പരിചയമുള്ള ആളാണ്. കേരളത്തിന് പരിചയമുള്ള ആളാണ്. ലോക്സഭയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച അനുഭവം നാട് പങ്കുവച്ചതുമാണ്. ജോയ്സ് ജോർജാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഒരു സംശയവും ആർക്കും ഉണ്ടാകേണ്ടതില്ല. രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളായാലും കേരളം നേരിടുന്ന പ്രശ്നങ്ങളായാലും വ്യക്തതയോടെ നിലപാട് സ്വീകരിക്കാൻ ജോയ്സ് ജോർജിനാകും. അതാണ് നമുക്ക് ആവശ്യം. ജോയ്സ് ജോർജിന്റെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രമാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ ജോയ്സ് ജോർജിനെ വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ അഭിവാദ്യം.